സ്വന്തം വീടുകളിൽ അലക്ഷ്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വിദ്യാർത്ഥികൾ ശേഖരിച്ചു നൽകിയാൽ പകരം സമ്മാനമായി ലഭിക്കുന്നത് പുസ്തകങ്ങൾ. അതിശയിക്കേണ്ട, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഈ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി നിർമ്മല നഗരം നിർമ്മല ഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടപ്പിലാക്കുന്നത്. പ്ലാസ്റ്റിക് നൽകിയാൽ പുസ്തകം ലഭിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ആലപ്പുഴ SDV ഗേൾസ് സ്കൂൾ അങ്കണത്തിൽ MLA തോമസ് ഐസക് നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയന മാസ്ഡോ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ജിമ്മി കെ ജോസ്, KK ജയമ, കൌൺസിലർമാരായ സതീദേവി, K ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച ലഘുലേഖകളുടെ വിതരണവും നടന്നു. വീടുകളിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ കഴുകി വൃത്തിയാക്കി വിദ്യാർത്ഥികൾ അവരവരുടെ സ്കൂളുകളിൽ എത്തിച്ചാൽ പകരം 20 രൂപയുടെ പുസ്തക കൂപ്പണുകളാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും, അച്ഛനും ഒന്നും ചോദിക്കും, ബന്ധുക്കളും ചോദിക്കും, ഏതനും ചോദിക്കും, എന്തിനാണ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ പിന്നെ പറഞ്ഞു കൊടുക്കണം ഇതുകൊണ്ടാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോ നമ്മളിപ്പോ നോട്ടീസ് തയ്യാറാക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ നോട്ടീസ് തരും. അപ്പൊ അത് നോക്കിയിട്ട് നമ്മുടെ കുട്ടികളെല്ലാവരും വീട്ടിൽ ഇത് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ നഗരം പ്ലാസ്റ്റിക് മുക്തമാവും, നമ്മുടെ നഗരത്തിൽ ഒരുപാട് വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ കഴിയും. അങ്ങനെ ഇതിനു വേണ്ടി കുട്ടികളെ അണിനിർത്താനാണ് വാട്സ്ആപ്പ് ക്ലബ്ബ് ശ്രമിക്കുന്നത്. കൂപ്പണുകൾ ശേഖരിച്ച് പിന്നീട് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ കൈമാറും. വിദ്യാർത്ഥികളിലൂടെ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, അലക്ഷ്യമായ പ്ലാസ്റ്റിക്കുകൾ നിരത്തുകളിലും മറ്റും വലിച്ചെറിയാതിരിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്.